ഹായ് ഓൾ. IIT, NIT, എയിംസ്, ജിപ്മർ മുതലായ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതിനായി ആത്മാർത്ഥമായി പരിശീലനം നടത്താനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബ്രില്യൻ പാല നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു സുവർണ അവസരമായിട്ടാണ്. നിങ്ങളുടെ +1, +2 പഠനത്തോടൊപ്പം തന്നെ ഈ എൻട്രൻസ് പരിശീലനം കൂടെ നടത്തുവാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. നമ്മുടെ IIT, എയിംസ് റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് +1, +2 പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ എൻട്രൻസ് പരിശീലനവും മുന്നോട്ട് കൊണ്ടുപോകാനാവും. നമ്മുടെ IIT, എയിംസ് റെസിഡൻഷ്യൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ നടത്തുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ്. അപ്പോൾ ആ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുന്നത് സെപ്റ്റംബർ 29-നാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ സിലബസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബ്രോഷറിൽ നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഫിസിക്സ് സിലബസിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ പേര് തീർത്ഥ, ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. നമുക്ക് ഫിസിക്സിൻ്റെ സിലബസ്, ബ്രീഫായ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സിലബസിൽ ആദ്യമായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. സോ അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് വാട്ട് ആർ യൂണിറ്റ്സ് എന്നുള്ളതാണ്. എന്താണ് യൂണിറ്റ്സ്? പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സിസ്റ്റംസ് നമുക്കുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ നോക്കി വയ്ക്കുക. അതിനുശേഷം ഈ SI സിസ്റ്റം എന്താണ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്താണ് എന്ന് നോക്കി വയ്ക്കുക. അതിലെന്തൊക്കെയാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഏതൊക്കെയാണ് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ്? ഏതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അതിനുശേഷം വരുന്നത് നമ്മുടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ SI യൂണിറ്റ് എന്താണ്, CGS യൂണിറ്റ് എന്താണ്, എങ്ങനെയാണ് ഇവരുടെ യൂണിറ്റ്സ് എഴുതുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. അവിടെ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസും ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മോഷനാണ്. മോഷൻ നമ്മളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുള്ള, നമുക്ക് റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ അവിടെ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട് ഈസ് മോഷൻ ആൻഡ് റെസ്റ്റ് എന്നുള്ള ഒരു ഭാഗമാണ്. വാട്ട് ഈസ് മോഷൻ ആൻഡ് വാട്ട് ഈസ് റെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. എന്താണ് മോഷൻ, എന്താണ് റെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ പറയുന്നത് വാട്ട് ഈസ് പൊസിഷൻ എന്നുള്ളതാണ്. പൊസിഷൻ എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. സോ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ പറയുന്നത് വാട്ട് ഈസ് സ്പീഡ് ആൻഡ് വാട്ട് ഈസ് വെലോസിറ്റി എന്നുള്ള കാര്യമാണ്. സ്പീഡ് പറയുമ്പോൾ നമ്മൾ ആവറേജ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അതുപോലെ തന്നെ വെലോസിറ്റി പറയുമ്പോൾ ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എങ്ങനെയാണ്, ഇവരുടെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. കാര്യം ഒരുപാട് ന്യൂമറിക്കൽസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യം. ഇനി അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ തന്നെ ആവറേജ് ആക്സിലറേഷൻ ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഉണ്ട്. എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്, ന്യൂമറിക്കൽസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അതിനുശേഷം വരുന്നത് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാനാവും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് വരാനുള്ളത്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഗ്രാഫിക്കൽ അനാലിസിസ്. നിങ്ങൾക്ക് കുറച്ച് ഗ്രാഫുകളൊക്കെ അറിയാം അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് വെലോസിറ്റി, പൊസിഷൻ, ആക്സിലറേഷൻ ഒക്കെ കണ്ടുപിടിക്കുന്നത്, ഓരോ ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്താണ് തരുന്നത്, ഏരിയ എന്താണ് തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വരാവുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വരുന്നത് ലോസ് ഓഫ് മോഷനാണ്.
ലോസ് ഓഫ് മോഷനിൽ നമുക്കറിയാം 3 ലോസ് ഉണ്ട് നമുക്ക്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഈ 3 ലോയും എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ലോയിലാണ് നമ്മൾ ഇനേർഷ്യ എന്താണെന്ന് പറയുന്നത്. എന്താണ് ഇനേർഷ്യ, ടൈപ്സ് ഓഫ് ഇനേർഷ്യ എന്തൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അതേപോലെ സെക്കൻഡ് ലോയിലാണ് നമ്മൾ ഫോഴ്സ് എന്താണ്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, അതുപോലെ മൊമെൻറ്റം, ഇമ്പൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അതുപോലെ തേർഡ് ലോ എന്താണ്, തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്, അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ന്യൂമറിക്കൽസ്, റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ പോലെയുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനാവും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പറയാനുള്ളത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രഷറാണ്. സോ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് പ്രഷർ, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ന്യൂമറിക്കൽസ് പ്രഷറിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രഷർ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. അതുപയോഗിച്ചിട്ട് ചെയ്യാവുന്ന ന്യൂമറിക്കൽസിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നീട് പറയുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നമുക്ക് പല യൂണിറ്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഓരോ യൂണിറ്റിലും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. അതൊക്കെ ചിലപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷനിൽ ആദ്യമായി തന്നെ പറയാനുള്ളത് എന്താണ്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണെന്ന് നമുക്കറിയാം. സോ അത് നോക്കി വെക്കുക. അതിനുശേഷം വരുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേരിയേഷൻ ഓഫ് ജിയും കൂടെ നമുക്ക് പറയാനുണ്ട്. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും പറയാനുണ്ട്. അതായത് ജിയുടെ വേരിയേഷൻ പോളിൽ എങ്ങനെയാണ്, ഇക്വേറ്ററിൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ആൻഡ് അറ്റ് എ ഡെപ്ത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. പിന്നീട് പറയുന്ന കാര്യമാണ് എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഓർത്ത് വെക്കുക. അതിനുശേഷം പറയുന്ന കാര്യമാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്താണ്, അതുപോലെ തന്നെ ഒരു സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഈ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി പോലെയുള്ള എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ഇക്വേഷൻസ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഇതിൻ്റെ ഇപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അതിൻ്റെ വാല്യൂ എത്രയാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ഡയറക്റ്റ് ചോദിച്ചേക്കാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പറയാനായിട്ടുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക്, എനർജി, പവറാണ്. ഇത് മൂന്നും ഒരുമിച്ചാണ് നമ്മൾ യൂഷ്വലി ഒരൊറ്റ ടോപ്പിക്കായിട്ട് പറയാറുള്ളത്. അപ്പോൾ അതിൽ ഡെഫിനിഷൻ ഓഫ് വർക്ക്, എന്താണ് വർക്ക്, പിന്നെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകളുണ്ട്. സോ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. അതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വർക്ക് എനർജി തിയറം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്ന വർക്ക് എനർജി തിയറം. അതുപയോഗിച്ചിട്ട് നമുക്ക് കുറേ ന്യൂമറിക്കൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് വരുന്ന കാര്യമാണ് വാട്ട് ഈസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാണ്, അതുപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിനുശേഷമാണ് നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മളതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. പിന്നീട് നമുക്ക് അതിൽ നിന്ന് പറയാനുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കി വെക്കണം. അതിനുശേഷം അവിടെ പറയുന്നത് പവറാണ്. അപ്പോൾ പവറിനെ നമ്മൾ പല കൈൻഡ് ഓഫ് ഇക്വേഷൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ പവർ കണ്ടുപിടിക്കാനായിട്ട്. സോ അതിൻ്റെ പല ഇക്വേഷൻസ് പഠിച്ച് വെക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ പറ്റുന്ന പോലെ അവിടെ നിന്നൊക്കെ ഒരുപാട് ന്യൂമറിക്കൽസ് വരാനുള്ള സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ വർക്ക്, എനർജി, പവർ എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് നമ്മൾ തിയറി പാർട്സും ന്യൂമറിക്കൽ പാർട്സും നോക്കി വയ്ക്കുക. അടുത്ത ടോപ്പിക്ക് സൗണ്ടാണ്. അപ്പോൾ സൗണ്ട് പറയുന്നതിന് മുന്നേ നമ്മൾ വേവിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വേവിൻ്റെ, അതായത് ഡിപ്പെൻസ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് മീഡിയം ആൻഡ് ഡിപ്പെൻസ് ഓൺ ദ മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് വേവ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വേവിൻ്റെ ബേസിക് ടെർമിനോളജീസ്, അതായത് എന്താണ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് ഫ്രീക്വൻസി, എന്താണ് ടൈം പീരീഡ്, എന്താണ് വേവ് ലെങ്ത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവർ തമ്മിലുള്ള റിലേഷൻസ്, അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് നമുക്കറിയാം. സോ ആ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അപ്പോൾ വേവ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, സൗണ്ടാണ്. അപ്പോൾ സൗണ്ട് പറയുമ്പോൾ സൗണ്ടിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പിച്ച്, ലൗഡ്നെസ്, ക്വാളിറ്റി, അതുപോലെയുള്ള സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനുശേഷം പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് പറയുമ്പോഴാണ് നമ്മൾ എന്താണ് സൗണ്ട് സോഴ്സസിനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ അവിടെ നോക്കേണ്ട ഒരു സാധനമാണ് പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. സോ അതും കൃത്യമായിട്ട് നോക്കി വെക്കണം. പ്രൊഡക്ഷൻ ഓഫ് സൗണ്ടിന് ശേഷം എന്തായിരിക്കും, പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് പറയുമ്പോൾ സൗണ്ടിന് ട്രാവൽ ചെയ്യാനൊരു മീഡിയം ആവശ്യമാണോ അല്ലേ, അല്ലെങ്കിൽ ഓരോ മീഡിയത്തിലും സൗണ്ടിൻ്റെ സ്പീഡിനുണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ്, പിന്നീട് ടെമ്പറേച്ചറിന് സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷനിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ, ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ സൗണ്ട് എന്ന് പറയാനുണ്ട്. അതിനുശേഷം വരുന്നത് ഹിയറിംഗ് ആണ്. ഹിയറിംഗ് പറയുമ്പോൾ എന്താണ്, സ്ട്രക്ചർ ഓഫ് ഇയർ, എങ്ങനെയാണ് ഇയറിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഹിയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ റേഞ്ച് ഓഫ് ഹിയറിംഗ്, റേഞ്ച് ഓഫ് ഹിയറിങ്ങിൻ്റെ കൂടെ തന്നെ ഇൻഫ്രാസോണിക്സ് എന്താണ്, അൾട്രാസോണിക്സ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. സോ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സൗണ്ടിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, എക്കോ. അത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എന്താണ് എക്കോ, എക്കോയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എക്കോയുടെ ബേസിക് ഡെഫിനിഷൻ ആൻഡ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് സൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പറയാനായിട്ട് ഉള്ളത്. അടുത്തായിട്ട് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹീറ്റാണ്. ഹീറ്റ് റിലേറ്റീവ്ലി ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ഹീറ്റ് പറയുമ്പോൾ വാട്ട് ഈസ് ഹീറ്റ് ആൻഡ് വാട്ട് ഈസ് ടെമ്പറേച്ചർ എന്നുള്ള കാര്യം, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ടെമ്പറേച്ചർ പറയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഉണ്ടല്ലേ. അപ്പോൾ 3 സ്കെയിലുണ്ട്. ഈ 3 സ്കെയിലിൽ എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത്, ഒരു സ്കെയിലിൽ നിന്ന് മറ്റൊരു സ്കെയിലിലേക്ക് നമുക്ക് എങ്ങനെ ടെമ്പറേച്ചറിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ആ കൺവേർഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കി വെക്കുക. അതൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. അതിനുശേഷം വരുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. നമുക്ക് 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ ഓരോ ഹീറ്റ് ട്രാൻസ്ഫറിലും എന്തൊക്കെയാണ് ഡിഫറൻസസ് ഉള്ളത്, എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പറയാനുള്ളത്. സോ അടുത്തായിട്ട് പറയാൻ പോകുന്ന ടോപ്പിക്ക് ലൈറ്റാണ്. ലൈറ്റ് കുറച്ച് എക്സ്റ്റെൻസീവായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ലൈറ്റിൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ഒപ്റ്റിക്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്സ് ഇല്ലേ. റേ ഒപ്റ്റിക്സ് ഉണ്ട്, വേവ് ഒപ്റ്റിക്സ് ഉണ്ട്, ക്വാണ്ടം ഒപ്റ്റിക്സ് ഉണ്ട്. സോ ഈ ഓരോ ടൈപ്പ് ഒപ്റ്റിക്സും ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈറ്റിൻ്റെ ഏതൊക്കെ പ്രോപ്പർട്ടീസിനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫിനോമിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ആദ്യമായിട്ട് അതിൽ നിന്ന് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഏതൊക്കെ വേവ്സ് ആണ് അതിനകത്തുള്ളത്, അതിൽ തന്നെ എസ്പെഷ്യലി വിസിബിൾ ലൈറ്റിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക ലൈറ്റിൽ നിന്ന്. അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് ആണ് പറയേണ്ടത്. അതായത് നമ്മുടെ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്കായിട്ട് നോക്കി വയ്ക്കുക. ആൻഡ് അതിനുശേഷം പറയുന്നത്, ഇപ്പോൾ ലൈറ്റ് പറയുമ്പോൾ നമ്മൾ എന്തായാലും എന്തിനെ പറ്റി പഠിക്കേണ്ടി വരും, ഇമേജിനെ പറ്റി പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇമേജ് ഫോർമേഷൻ, ഇമേജ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, റിയൽ ഇമേജ് ഉണ്ട്, വെർച്വൽ ഇമേജ് ഉണ്ട്. സോ ഈ 2 ഇമേജും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എന്തൊക്കെയാണ് റിയൽ ഇമേജിൻ്റെയും വെർച്വൽ ഇമേജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അതിനുശേഷം നമ്മൾ പറയുന്നത് റിഫ്ലക്ഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ റിഫ്ലക്ഷൻ പറയുമ്പോൾ എന്താണ് റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വെക്കുക. അതിനുശേഷം റിഫ്ലക്ഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി എന്ത് പറയും, മിററിനെ പറ്റിയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ മിറർ നമുക്ക് 3 ടൈപ്സ് ഓഫ് മിറർ ഉണ്ട്. പ്ലെയിൻ മിറർ, കോൺകേവ്, കോൺവെക്സ് മിറേഴ്സ് ഉണ്ട്. സോ ഓരോ മിററിലും എങ്ങനെയൊക്കെയാണ് ഇമേജസ് ഫോം ചെയ്യുന്നത്, ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്, ഓരോ പൊസിഷനിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എവിടെയാണ് ഇമേജിനെ കിട്ടുന്നത്, അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ഇത് നിങ്ങൾ ഒരുപാട് പടമൊക്കെ വരച്ച് പഠിക്കുന്നതാണല്ലേ സ്കൂളിൽ. അപ്പോൾ അങ്ങനത്തെ ഇമേജ് ഫോർമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ വേണം. അതിൽ നിന്നൊക്കെ ഒരുപാട് ന്യൂമറിക്കൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. സോ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് വയ്ക്കുക. ആൻഡ് അതിനുശേഷം പറയുന്നത് നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനാണ്.
ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു വെക്കുക, മിററിൻ്റെ ടെർമിനോളജീസ് പഠിച്ചു വെക്കുക. അതായത് എന്തൊക്കെയാണ്, പോൾ എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്, ഫോക്കസ് എന്താണ്, ഫോക്കൽ ലെങ്ത് എന്താണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സൈൻസ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പോൾ അതും കൃത്യമായിട്ട് നോക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വെക്കുക. സോ അതിനുശേഷം പറയുന്നത് എന്താണ് മിറർ ഫോർമുല, എന്താണ് അത് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, പിന്നെ മാഗ്നിഫിക്കേഷൻ എന്താണ്, മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണ്, പവർ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പോൾ റിഫ്ലക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിനുശേഷം എന്തായിരിക്കും വരുന്നത്, റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ റിഫ്രാക്ഷൻ പറയുമ്പോൾ എന്താണ് റിഫ്രാക്ഷൻ, എങ്ങനെയാണ് റിഫ്രാക്ഷൻ പല മീഡിയത്തിൽ സംഭവിക്കുന്നത്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ റിഫ്രാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നീട് നോക്കേണ്ടത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. 2 ലോ ഉണ്ട്, 2 ലോയും നോക്കി വെക്കുക. അതിനുശേഷം പറയുന്നത് അപ്പാരൻ്റ് ഹൈറ്റ്, അപ്പാരൻ്റ് ഡെപ്ത് എന്നുള്ള 2 കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ നോക്കി വെക്കണം. അതിനുശേഷം പറയുന്നതാണ് റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് സ്ലാബ് ആൻഡ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് അവിടുത്തെ ഡീവിയേഷൻ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ആൻഡ് അടുത്ത് പറയുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് ലെൻസ് ആണ്. ടൈപ്സ് ഓഫ് മിറർ പറഞ്ഞതുപോലെ തന്നെ ഏതും പഠിക്കുക, ടൈപ്സ് ഓഫ് ലെൻസസും പഠിക്കുക. അപ്പോൾ കോൺകേവ് ലെൻസും ഉണ്ട്, കോൺവെക്സ് ലെൻസും ഉണ്ട്. ഇവിടെയും ലെൻസിൽ നിന്ന് പല പൊസിഷനിൽ ഓബ്ജക്റ്റിനെ വെക്കുമ്പോൾ എവിടെയാണ് നമുക്ക് ഇമേജിനെ കിട്ടുന്നത്, എന്തൊക്കെയാണ് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. മിററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് പോലെ തന്നെ ലെൻസിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ലെൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് പറയുക, എന്താണ് പവർ ഓഫ് ദ ലെൻസ്, എന്താണ് മാഗ്നിഫിക്കേഷൻ. അതുപോലെ ലെൻസിനും ഫോർമുലയില്ലേ, നമ്മുടെ തിൻ ലെൻസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല പോലെയുള്ള ഫോർമുലാസും കൂടെ നോക്കി വെക്കുക. അപ്പോൾ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് അതിനുശേഷം റിഫ്രാക്ഷന് ശേഷം എന്താണ് സ്കാറ്ററിങ്, എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള ഇതിൻ്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ആൻഡ് അതിനുശേഷം പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഐ ആണ്. ഹ്യൂമൻ ഐ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് വിഷൻ പോസിബിൾ ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വിഷൻ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഡിഫക്റ്റ് നമ്മൾ പഠിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ വിഷൻ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ മയോപ്പിയ, പ്രസ് ബയോപ്പിയ പോലെയുള്ള ഐ ഡിഫക്ട്സ് ഉണ്ടല്ലോ, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, ഏത് ടൈപ്പ് ലെൻസ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് ഐ, വിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നിട്ട് നോക്കി വയ്ക്കാനുണ്ട്. ആൻഡ് അടുത്തതായിട്ട് അവസാനമായിട്ട് ലൈറ്റ് എന്ന് പറയാനുള്ളത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് പോലെയുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കൂടി നിങ്ങൾ ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഉണ്ടാക്കി വെക്കുക. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പറയാനുള്ളത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയുന്നത്, എന്താണ് ചാർജ്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്, ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ആൻഡ് ഇലക്ട്രിസിറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്താണ് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ റിലേഷൻസ് നോക്കി വയ്ക്കുക. സോ റെസിസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഓംസ് ലോ പറയേണ്ടി വരും അല്ലേ. അപ്പോൾ എന്താണ് ഓംസ് ലോ, അതിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ്. പിന്നെ റെസിസ്റ്റൻസ് പറയുമ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ആൻഡ് പിന്നീട് റെസിസ്റ്റൻസിനെ തന്നെ, ഇപ്പോൾ റെസിസ്റ്റേഴ്സിനെ നമുക്ക് പല രീതിക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ. ഇപ്പോൾ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ടും പാരലലായിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. ആൻഡ് ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ ഹീറ്റ് എനർജി ആൻഡ് പവർ, ഇതിൻ്റെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. അവസാനമായിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ സർക്യൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. സോ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ സിലബസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്. അത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ആണ്. അപ്പോൾ അത് പറയുമ്പോൾ ബേസിക്കായിട്ട് മാഗ്നറ്റിസത്തെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്താണ് മാഗ്നറ്റിസം, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതിനുശേഷം പറയുന്നത് എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിലും ഒരു സർക്കുലർ കോയിലാണെങ്കിലും അങ്ങനെയുള്ള
കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ, ഇത് രണ്ടും കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് എന്ത് വരുന്നത്, മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ. മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോയിന്റ് ചാർജ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. അതിനുശേഷം വരുന്നത് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ടറി ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന കുറേ ഡിവൈസസ് നമുക്കറിയാം, അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. അതിനുശേഷം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫാരഡേസ് ലോസിനെ പറ്റിയിട്ടും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ ഒരു സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഐഡിയ വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ടോപ്പിക്സ് ആയിട്ട് സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാരും ഓൾറെഡി പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിയറി മാത്രം പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല അല്ലേ, അതുപോലെ തന്നെ നമ്മൾ ന്യൂമറിക്കൽസും ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സിലബസിൽ നിന്ന് വരാവുന്ന ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ബ്രില്യൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സോഴ്സസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ പഠിക്കുക. അപ്പോൾ വളരെ നന്നായിട്ട് എക്സാം എഴുതാൻ നോക്കുക. നിങ്ങളുടെ ഒരു ഡ്രീം കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങളിതിനെ കാണുക. ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.